ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഒരു പരാതി പോലെ പറഞ്ഞു, ഞങ്ങളെ കാണിക്കാത്ത കുറേ പ്ലാന്റ്സ് ആ വീഡിയോയിൽ കണ്ടിരുന്നു എന്ന്. പക്ഷെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെ ഫോട്ടോകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. പിന്നെ ആദ്യമൊക്കെ കാണിച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് മാറ്റിയിരുന്നു, ഒരു മദർ പ്ലാന്റായിട്ടൊക്കെ മാറ്റിയിരുന്നു. എങ്കിൽ പോലും ഞാനത് ആദ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളത് തന്നെ. ഇത് നമ്മുടെ കൊച്ചിനോസ്കേഡിൻ്റെ പ്ലാന്റ്സാണ്, 2 ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സോംബാറ്റ്. ഇത് ഞാൻ എൻ്റെ കളക്ഷനിൽ വെച്ചിരുന്ന പ്ലാന്റ്. ഈ സോംബാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോട്ടിൽ വെച്ചാൽ അത് നിറഞ്ഞ് കവിയും കേട്ടോ. സോംബാറ്റുള്ളവരെന്നെ ഇങ്ങനെ വളർത്തിക്കോ, കണ്ടോ. ചട്ടി നമുക്ക് കാണാൻ പറ്റില്ല, അമ്മാതിരി വളരുമെന്നുള്ളതാണിത്. കണ്ടോ, നമ്മുടെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണ സദ്യയുടെ പപ്പടം പോലെ, പപ്പടം അല്ലേ സദ്യക്ക് കിട്ടുക, കണ്ടോ. അതുപോലെ ഒരു പോട്ട് ഫുള്ള് നിറഞ്ഞ് കവിയും നമ്മുടെ സോംബാറ്റ്. ഇത് ഞാൻ നമ്മുടെ കളക്ഷനിൽ ഇരുന്ന പ്ലാന്റാണ് കേട്ടോ. ഈ ഒരെണ്ണേ ഉള്ളൂ, ഇനിയിപ്പം വേറെ നമുക്ക് സോംബാറ്റ് വരണം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ വളർച്ച കാണിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. ഇത് ഡോളർ, ഇത് വിദൂരി. ഡോളറിൻ്റെയും കഴിഞ്ഞ വീഡിയോയിൽ 4-5 പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു പ്ലാന്റും ഒരെണ്ണം കൂടെയുണ്ട്, 2 പ്ലാന്റ് കൂടിയുള്ളൂ കേട്ടോ. ഡോളർ, വിദൂരി അത് തന്നെ. പിന്നെ ഇതൊക്കെ നമ്മുടെ 24 ക്യാരറ്റിൻ്റെ പ്ലാന്റ്സ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ് കാണിച്ചല്ലോ. അന്ന് ഞാൻ റീപ്പോർട്ട് ചെയ്തൊരു കുഞ്ഞ് 24 ക്യാരറ്റാണിത്, കണ്ടോ. ഇത്രയത് വളർന്നു. ഞാൻ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും കൊടുത്തില്ല. നമ്മുടെ പോട്ടിംഗ് മിക്സ് ഏതൊക്കെയാണെന്നറിയാലോ, മണൽ, നമ്മുടെ പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, അല്പം സാഫ്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഉള്ള ഒരു പോട്ട് മിക്സാണ് ഞാൻ ചേർത്തത്. ഇത് മണലാണിത് നിറയെ, ബാക്കിയെല്ലാം ഒരു പിടി പോലും ഇല്ല. ചകിരിച്ചോറ് ഞാൻ ഒരു പിടി പോലും ചേർത്തിട്ടില്ല കേട്ടോ, ഒരു ശകലത്തിന് മാത്രം. എന്നിട്ട് അന്ന് നട്ട് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഇതിനെല്ലാം വെള്ളം കൊടുത്തു കേട്ടോ. ഇങ്ങനെ കയറി വരും കേട്ടോ. ഇത് പനാമയുടെ പ്ലാന്റാണ്. പനാമ 2 ദിവസത്തിനുള്ളിൽ, നാളെ മറ്റന്നാളോ നമുക്ക് കുറച്ച് നല്ല കളക്ഷൻ വരുന്നുണ്ട്. പനാമ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരിക. ഇത് നമ്മുടെ ഇന്ത്യാനയ്ക്കും. ഇത് സെയിലിലേക്ക് ഞാൻ ഇട്ടിരുന്നില്ല, കാരണം ഇതാകെ എൻ്റെ കയ്യിൽ 2 പ്ലാന്റേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എനിക്കങ്ങനെ കിട്ടാത്ത ഒരു പ്ലാന്റായിരുന്നു. ഒരുപാട് ഞാൻ അന്വേഷിച്ചതിന് ശേഷം എനിക്ക് 2 എണ്ണം കിട്ടിയത്. ഒരെണ്ണം ഞാൻ സെയിലിൽ വെക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മാറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്ന് നട്ട ഒരു കുഞ്ഞു തൈയാണ് ബ്ലാക്ക് ക്യാരറ്റിൻ്റെ. നിങ്ങൾ കണ്ടായിരുന്നല്ലോ അന്നത്തെ അതിൻ്റെ തൈയുടെ വലിപ്പം. ഇത് നല്ല റേറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ ഈ പ്ലാന്റ് കുഞ്ഞൻ തൈയാണ് ഞാൻ നട്ടത്, പക്ഷേ അത് ഇത്രയും വളർന്നിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അടുത്തൊരു ചോദ്യം ഒരുപാട് വരുന്നൊരു പ്ലാന്റാണിത്, നമ്മുടെ ആപ്പിളിൻ്റെ. കണ്ടോ, ഇതെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഇത് ഹാങ്ങിങ്ങിൻ്റെ പ്ലാന്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അതുപോലെ ഇരുന്നു ഈ തൈ എനിക്ക് കിട്ടിയപ്പോൾ. പക്ഷേ ഇത് നട്ടിട്ട് ഒരുപാട് താമസിച്ചു ഇതൊന്ന് വളർന്ന് കയറി വരാൻ കേട്ടോ. ഇത് അഗ്ലോണിമ സാധാരണ സ്ലോ ഗ്രോത്ത് ആണെന്നാണ് പറയുക. എങ്കിൽ പോലും മറ്റ് ചെടികളൊന്നും ഇങ്ങനെ, ഇതൊക്കെ കണ്ടില്ലേ എന്ത് കുഞ്ഞു തൈ വെച്ചതാണ്, പെട്ടെന്നല്ലേ കയറി വന്നത്. സോംബാറ്റ് ഏറ്റവും റെയറായിട്ട് ഓടുന്നൊരു പ്ലാന്റാണിത്. ഏറ്റവും മോശമായ ഒരു ചെടിയായിരുന്നു എനിക്ക് കിട്ടിയത്. അത് നട്ടിട്ടാണ് ഇത്രയും ഗ്രോത്തിലേക്ക് വന്നത്. പക്ഷെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ഇച്ചിരിക്കോളം കണ്ണിലിട്ട് കരികരിക്കുന്ന പോലെ ഒരു തൈയാണ് എനിക്ക് കിട്ടിയത്. അതോ അന്യായ വില എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ ആ വില കൊടുത്ത് ഞാൻ തൈ വാങ്ങി നട്ടപ്പോഴും എൻ്റെ മനസ്സിൽ മൊത്തം ഈ സംഭവമെന്നാണ് വിചാരിച്ചത്. ഹാങ്ങിൻ്റെ പ്ലാന്റ് തന്നെയാണെന്നാണ് വിചാരിച്ചത്. ഇത് നിങ്ങളെ കാണിക്കാനാണ് ഇത് 2 കൂടെ ചേർത്ത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. കണ്ടോ, ഹാങ്ങിങ്ങും ആപ്പിളിൻ്റെയും റെഡ് ആപ്പിളിൻ്റെയും പ്ലാന്റിൻ്റെ വ്യത്യാസം കണ്ടോ. ഇതിനെങ്ങനെ വെയിലത്ത് വെച്ചാലും എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വെച്ചാലും ഇതിന് ഈ നിറത്തിൽ നിന്ന് ഒരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഞാനിത് വെയിലത്ത് വെച്ച് നോക്കി, എന്നുവെച്ചാൽ തീ വെയിലല്ല കേട്ടോ, രാവിലെയും വൈകിട്ടും കിട്ടുന്ന ആ വെയിൽ ഡയറക്റ്റ് കിട്ടത്തക്ക രീതി വെച്ചു. അപ്പോഴും ഈ സംഭവം ഇങ്ങനെ തന്നെ നിന്നു. ഇത് കണ്ടോ, ഇത് പക്ഷേ തണലത്താണ് ഞാൻ വെച്ചിരുന്നത്. അത്രയും റെയറായിട്ട് എനിക്ക് കിട്ടിയോണ്ട് പോയാലോ എന്ന് പേടിച്ചിട്ട്. പക്ഷേ ഇത് കണ്ടോ, അതിൻ്റെ ആ കളറ്, അടാറ് കളർ, എൻ്റെ ദൈവം കണ്ടോ, ഇങ്ങനെ കളർ വരും കേട്ടോ. എൻ്റെ കയ്യിലെ കളറുണ്ടോ, ഇത് മഞ്ഞളാട്ടോ.
ബുഗൺവില്ല കളർ കണ്ട. ഇത് നല്ല കളറാണ് ഇതിന് കേട്ടോ, നല്ല അടിപൊളി കളറാണ്. ഇതിൻ്റെ ഒരൊറ്റ തയ്യേ ഉള്ളൂ, വേറെ പ്ലാന്റ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ. എനിക്കൊരാൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ, നമ്മുടെ വീഡിയോയിൽ തന്നെ മെസ്സേജ് ചെയ്തിരുന്നു, റെഡ് ആപ്പിളിൻ്റെ പ്ലാന്റ് കൊണ്ടുവരൂ ചേച്ചി എന്നും പറഞ്ഞു. ഉറപ്പായിട്ടും ആ കക്ഷി ഇപ്പം എനിക്ക് മെസ്സേജ് ചെയ്യും, 100 വട്ടം എനിക്ക് ഉറപ്പാണ്. ഇതാണ് ഹാങ്ങിങ്ങിൻ്റെ പ്ലാന്റ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടിരുന്ന ഒരു കുഞ്ഞൻ തയ്യാണിത്. ഒരു ട്വിസ്റ്റഡ് റെഡിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ നട്ടിരുന്നു കേട്ടോ. ഇപ്പോൾ നട്ടിട്ട് എത്ര, ഒരു 3 ആഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയും വളർന്നിട്ടുണ്ടേ. ഒരു തയ്യായിരുന്നു നട്ടത്, അത് നന്നായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ ക്രിസ്റ്റൽ, ഇത് നല്ല റെയറായിട്ടുള്ള പ്ലാന്റ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കളക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ റെയർ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കാം, നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അതുപോലെ പിങ്ക് എമറാൾഡ്, ഇത് പക്ഷേ അത്ര റെയറൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരുപാട് പേരുടെ കൈകളിലൊക്കെ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നൊരു പ്ലാന്റാണ് പിങ്ക് എമറാൾഡ്. പിന്നെ ഇനി ഒരു സംശയം, എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം, ഒരുപാട് പേര് അവരുടെ പ്ലാന്റ്സിന് മഞ്ഞ നിറം വരുന്നുണ്ട്, കേടാവുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ലീഫ് കട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെ വരുന്ന ഇല വന്നാൽ ഈ മഞ്ഞ ലീഫ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതുണ്ട്, അല്ലെ കൈ കൊണ്ട് കളഞ്ഞ് ചിലപ്പോൾ ഇതിങ്ങി പിഴുതു പോരും. അതുകൊണ്ട് ഞാൻ കളയുന്നില്ല. ഇതൊരു നമ്മളൊന്ന് കത്രി കൊണ്ടേ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞാൽ അതങ്ങ് മാറിക്കോളും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ലീഫ് ഇങ്ങനെ പഴുത്ത് വരുന്നു. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വന്ന് സ്വാഭാവികമാണ്. നമ്മുടെ വാഴയിലയൊക്കെ എങ്ങനെയാണ്, മേളിൽ പുതിയ തളർപ്പ് വരുമ്പോൾ താഴേക്കുള്ള വാഴയിലയൊക്കെ പഴുത്ത് പോവില്ലേ, അതുപോലെ തന്നെ ഈ ചെടികളും. ഇതിൻ്റെയും മേളത്തെ നാമ്പ് വരുമ്പോൾ താഴത്തെ ഇല കൊഴിക്കണ്ടേ ഇതിന്, എങ്കിലല്ലേ അത് മേളിലോട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പം ഒരു ഇല വാടി എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട, അത് അങ്ങനെ ചീഞ്ഞു പോവുമോ അഴുക്കായി പോവുമോ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. നമ്മൾ ഈ ഓവർ കെയറിങ് ഒന്നും കൊടുക്കേണ്ട. അത് മനുഷ്യരോടായാലും മൃഗങ്ങളോടായാലും ചെടികളോടായാലും ഓവർ കെയറിങ് കൊടുത്താൽ നമുക്ക് 8ൻ്റെ പണി തിരിച്ചു തരും. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പം കണ്ടിട്ടില്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഈ എറണാകുളത്തൊക്കെ പോകുമ്പോൾ മിക്കവാറും നമുക്ക് കാണാം, വയറ്റിലെ ഭാഗത്തൊക്കെ വണ്ടി ബ്ലോക്കിൽ കിടക്കുമ്പോൾ, സിഗ്നലിൽ കിടക്കുമ്പോൾ ഈ ഒക്കത്തും മുലപ്പാൽ കുടിക്കുന്ന ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ആ നട്ടപ്പുറ വെയിലത്ത് സഞ്ചിക്കകത്ത് തൂക്കിയിട്ടുകൊണ്ട് ഒരു തലയിലൊരു തുണി പോലും കുഞ്ഞുങ്ങളെ കാണത്തില്ല ആ വെയിലത്ത്. അതുങ്ങളെയും കൊണ്ട് നമ്മുടെ അടുത്ത് പേന വിൽക്കാനും ഒക്കെ വരുന്ന ചേച്ചിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കൊച്ചു പെൺപിള്ളേരുണ്ടാവും അതിനകത്ത്, കൊച്ചു കുട്ടികൾ, ഒരു 10, 20, 23 വയസ്സുള്ള പെൺപിള്ളേർക്കും കാണും ഒക്കത്തൊരു പൊടിക്കുഞ്ഞുമായിട്ട്. അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖം നേരെ മറിച്ച് നമ്മുടെയൊക്കെ സന്തതികളെയാണ് ഇങ്ങനെ ഒന്ന് വെയിൽ കൊള്ളിച്ച് നമ്മളൊന്ന് നടത്തിയാലോ ഉറപ്പായിട്ടും വീട്ടിൽ വരുന്നതിന് മുമ്പ് 18ൻ്റെ പണി അവർ നമുക്ക് തരും. തലകറക്കമായി, ഛർദിലായി, തൂറ്റലായി, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആശുപത്രിയിൽ നിന്ന് കയറി ഇറങ്ങാൻ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരും. നമ്മൾ അങ്ങോട്ട് ഒരുപാട് കെയർ ചെയ്താൽ നമുക്കിവർ 8ൻ്റെ പണി തരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നടുക, എല്ലാ ദിവസവും ഒന്ന് ചെന്ന് നോക്കുക, എന്തെങ്കിലും ചെടികൾക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കുക, അതിന് വേണ്ട വെള്ളം കൊടുക്കുക. ഇന്നലെ ഞാൻ വെള്ളം കൊടുത്തത്, അപ്പോൾ എത്രമാത്രം വെള്ളമാണ് ഇനി ചെന്നാൽ നിങ്ങൾ വിചാരിച്ചണ്ട. ഇന്നിപ്പോൾ എടുക്കുമ്പോൾ ഈ മണ്ണ് കണ്ടോ, ശകലം പോലും എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നില്ല. കുടഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കണ്ടോ. ഇങ്ങനെ വേണം നമ്മുടെ മണ്ണിരിക്കാനേ കേട്ടോ. ഇച്ചിരി വെള്ളം കൊടുത്താലും അടുത്ത ദിവസം അത് നല്ല ഡ്രൈ ആയിട്ട് വരണം. പിന്നെ ഇത്രയും ഡ്രൈ ആയെന്ന് വെച്ചിട്ട് ഉടനെ വെള്ളം കൊടുക്കണ്ട. ഞാൻ ഇന്നലെയാണ് ഇവർക്കെല്ലാം വെള്ളം കൊടുത്തത്. ഇനി ഞാൻ അടുത്ത ആഴ്ച ഇതിൽ വെള്ളം കൊടുക്കുകയുള്ളൂ. അപ്പം നല്ല ചൂടാണ്, അത് നോക്കുകയാണ്. നമുക്കിവിടെ അത്രയും ചൂട് ഇതിന് കിട്ടുന്നില്ല, കാരണം ഇത് നമ്മൾ മേളിൽ UV അടിച്ച് ഇതൊരു മരത്തണലിലും കൂടിയാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് അത്രയും ചൂട് ഇവർക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ ഒട്ടുമിക്ക പ്ലാന്റ്സും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണിക്കാത്ത ഒരു പ്ലാന്റ്സും എൻ്റെ ഈ തട്ടയിലെങ്ങുമില്ല. എല്ലാ ചെടികളും ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ കുറച്ച് പ്ലാന്റ്സ് വരുന്നുണ്ട്. അത് വന്നാൽ നമുക്കൊരു കോംബോ ഇടാം. ഓക്കെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നു കോംബോ എന്ന്. ഈ കോംബോ പ്രതീക്ഷിച്ച് കുറേ കക്ഷികൾ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ നിരാശപ്പെടുത്തില്ല. ആ ചെടി ഇന്നോ നാളെയോ മറ്റന്നാളോ എന്ന് പറയാം.
അത് കൈ കിട്ടിയ ഉടൻ തന്നെ ഞാനൊരു കോംബോ സെറ്റ് ചെയ്ത് ആ ചെടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം പറയാൻ കേട്ടോ. അടുത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ഞാനെന്നാൽ പോയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.